കാര്യമില്ലാത്ത കേസാണ്. അത് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വഴി, മാധ്യമങ്ങളിൽ കൂടി അത് അറിയിക്കുന്നത് വഴി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ജനങ്ങൾ വെറുതെ സംസാരിച്ചത് മോശമാകും എന്നുള്ളതൊഴിച്ചാൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്ത് വലിയ പ്രശ്നമുണ്ടായാലും മാധ്യമങ്ങളിൽ വന്ന് വിളിച്ചു പറയുന്നതിൽ ഒരു ഗുണവും ഉണ്ടാവാനും പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സംഭവങ്ങൾ, ആ ഒരു വിഷയങ്ങളൊക്കെ നടക്കുന്നതാണെങ്കിലും എന്താ നടക്കുന്നത്, ഇത് നമ്മൾ കണ്ട് നമ്മള് എന്തോ നമ്മള് മാതൃകയാക്കാം എന്ന് കരുതിയിരിക്കുന്നവരാണ് നമ്മുടെ മുന്നിൽ കിടന്ന് പിള്ളേരെ പോലെ തല്ലുകൂടുന്നത് എന്നൊരു രീതിയിലാണ്. എന്താ അഭിപ്രായം പറയാനുള്ളത്? ഇതിനൊരു അവസാനം ഇല്ലേ? ഇതിവിടെ തീരില്ലേ? നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത്? നിങ്ങളെ സംബന്ധിച്ച് തോന്നുമ്പോൾ എന്താ പറയാനുള്ളത് എന്നൊക്കെ പറയുകയാണെങ്കിൽ? എനിക്ക് തോന്നാനുള്ളത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിപ്പം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നടന്നായിക്കോട്ടെ, അമ്മയിൽ നടന്നായിക്കോട്ടെ, തീർത്തും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് സംഘടന എന്തിനാണ്? സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തീർക്കാനാണ്. അതിനുള്ളിലെ മെമ്പേഴ്സിന്റെ പരാതികളും പ്രശ്നങ്ങളും, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, സംഘടനയ്ക്കുള്ളിൽ തീർക്കുന്നതാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ കഴിവും മികവും കാണിക്കേണ്ടത്. അല്ലേ? പ്രശ്നങ്ങൾ തീർക്കേണ്ടതാണ്. ഡിപ്ലോമസിയിലും അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് പല വഴികളുണ്ട്. പക്ഷെ ഈ സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് പുറത്തുള്ള സമൂഹത്തുമായിട്ട് ഒരു ബന്ധമില്ല. അതുമായിട്ട് സിനിമ ഇറക്കുന്നു, സിനിമ ജനങ്ങളെ കാണിക്കുന്നു, അതുള്ളതൊഴിച്ചാൽ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിനൊരു കാര്യമില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തിനാണ് അത് പുറത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഒരു കാര്യമില്ലാത്ത കേസാണ്. അത് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വഴി, മാധ്യമങ്ങളിൽ കൂടി അത് അറിയിക്കുന്നത് വഴി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ജനങ്ങൾ വെറുതെ സംസാരിച്ചത് മോശമാകും എന്നുള്ളതൊഴിച്ചാൽ ഒരു ഗുണവും സംഘടനയ്ക്കോ ഇൻഡസ്ട്രിക്കോ വരാനില്ല. അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സംഘടനയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഉത്തമം നല്ല, അതാണ് അതിൻ്റെ ശരി. എന്ത് വലിയ പ്രശ്നമുണ്ടായാലും സംഘടനയ്ക്കുള്ളിൽ തീർക്കുക. മാധ്യമങ്ങളിൽ വന്ന് വെറുതെ വിളിച്ചു പറയുന്നതിൽ ഒരു ഗുണവും ഉണ്ടാവാനും പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ മാതൃകയാക്കണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, മാതൃകയാക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉള്ള എൻ്റെ വേറൊരു സംശയം, അല്ലെങ്കിൽ എനിക്ക് ഈ അടുത്തിടെയായിട്ട് ഭയങ്കര ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയത് എന്ന് വെച്ചാൽ, ഈ അടുത്തിടെ സോഷ്യൽ മീഡിയ ഇത്രയും, അതായത് സെലിബ്രിറ്റീസിന്റെ അവരുടെ ജീവിതത്തിലേക്ക് വരെ ഇങ്ങനെ ഇടിച്ചു കയറിത്തുള്ളുന്ന രീതിയിലോട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അങ്ങ് ചെല്ലുകയാണെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്ന് വെച്ചാൽ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഇൻഡയറക്ട്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, സെലിബ്രിറ്റി ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പരിമിതികള് ഉണ്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം, ഇല്ലേ? തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഒരു മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടികൾ സഹിതം ഫോളോ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഓരോ പ്രവൃത്തികളും വർത്തമാനങ്ങളും ബിഹേവിയറും എല്ലാം. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മള് കുറച്ചൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ട് വേണം. ഇപ്പൊ നമുക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടെങ്കിൽ പോലും അത് വെരിഫൈഡ് ആണ്. ഒഫീഷ്യലി വെരിഫൈഡ് മീൻസ് there's a meaning in it. അപ്പൊ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം അത് യൂസ് ചെയ്യാതെ നമ്മൾ എല്ലാവരെയും ഒന്നിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. ഓരോ കാര്യങ്ങൾ എഴുതുമ്പോഴും ഇടുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണ്, ഞാനിത് ഇടുമ്പം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇത് ബാധിക്കുമോ, അവരെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഒരു വട്ടം ചിന്തിക്കണം. എന്ത് കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ശരിയാണോ ഞാൻ പറയുന്നത്? അതെ. നമ്മുടെ കൂടെ നിൽക്കുന്ന കൊളീഗ്സിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുമോ എന്നൊക്കെ ഒരു വട്ടം ചിന്തിക്കാനുള്ള ബാധ്യത, ഒരു ഉത്തരവാദിത്വം നമ്മൾ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെ വെരിഫൈഡ് പേജുകളുള്ള എല്ലാ വ്യക്തികളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒത്തുതീർപ്പാക്കണം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ. എത്ര വലിയ പ്രശ്നമാണെങ്കിലും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര വലിയ പ്രശ്നങ്ങളെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും? കൊലപാതകമൊന്നും അല്ലല്ലോ ഒന്നും നമ്മൾ വലിയ ഒരു ഇഷ്യൂ ആവാനായിട്ട്. അപ്പം പിന്നെ സംഘടന എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അതെ.
അതുകൊണ്ട് ഞാൻ ഇതിൽ എനിക്ക് വിശ്വാസം ഇല്ലാതായി ഇതിലൊന്നും. എല്ലാം ഓരോ എന്തോ ഒന്നും നിഷ്കളങ്കമല്ല എന്ന് തോന്നുന്നു. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ ഫിലിം ഫീൽഡിൽ നിന്നാണ് കൂടുതലും ഈ പറയുന്ന സംഭവങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഭയങ്കര ഗ്ലാമർ ഫീൽഡാണ്. അതെ, അതിലേക്ക് മീഡിയസിന്റെ അറ്റൻഷൻ, എവിടെ മീഡിയസിന്റെ അറ്റൻഷൻ ഉണ്ടോ അവിടെ കൂടുതൽ ശ്രദ്ധ കിട്ടും. അതെ. അപ്പൊ അതുകൊണ്ടാണല്ലോ നടീനടന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വീഡിയോസ് ഒക്കെ വരുന്നത്. നമ്മളുടെ ഓരോ പ്രൈവറ്റ് ഓരോ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വരുന്നത് ആ ഒരു സാധനമാണ്. അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ലൈംലൈറ്റിൽ വരിക എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം വൈറലാവണം,